മമതാ ബാനർജി ഇനി ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ പൊരുതുന്നവരുടെ മുന്നിൽ തന്നെ നിൽക്കും. അതിനായി ആദ്യം കോൺഗ്രസിലെത്തുമെന്നാണ് അറിയുന്നത്. അല്ലാതെ വേറെ വഴിയില്ല മമതയ്ക്ക്. കൊന്നുകളയുന്നില്ല എന്ന് മാത്രം, കൊല്ലാതെ കൊല്ലുകയാണ് മമതയെ ബി.ജെ.പി. മമതാ ബാനർജിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിക്കൊണ്ടിതാ TMCയുടെ 3 ബാങ്ക് അക്കൗണ്ടുകളാണ് ഇന്ന് മരവിപ്പിച്ചത്. 440 കോടി രൂപയുള്ള ആ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇനി നയാ പൈസ ഇല്ലാതെ വഴിയാധാരമാക്കി വിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. നൂറുകണക്കിന് കേസുകളും അക്രമങ്ങളും ഇടതടവില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു നയാ പൈസ ഇല്ലാതെയാക്കി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് മമതയെ. ഇനി ആ പാർട്ടിയെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് മമത തന്നെ തിരിച്ചറിയുകയാണ്. ആളുകളെയെല്ലാം അടർത്തിയെടുത്ത് MP-മാരെയും MLA-മാരെയും എല്ലാം കുതിരക്കച്ചവടം നടത്തി അവസാനം തൻ്റെ പാർട്ടിയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കി തകർത്താടുന്ന BJPയെ ഇനി നിലക്ക് നിർത്തണമെങ്കിൽ ഇന്ത്യയിൽ ഒറ്റ രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ് എന്ന സത്യം മമത തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുപോലെയുള്ള കുറേ ഈർക്കിൽ പാർട്ടിക്കാരെ നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. ആന്ധ്രയിലെ ജഗ്മോഹൻ റെഡ്ഡി, ഒറീസയിലെ പട്നായിക്, ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാൾ, ഇങ്ങനെ എല്ലാവരും ഇന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്. ഈ പാർട്ടിക്കാരെല്ലാം കോൺഗ്രസിനെ വേദനിപ്പിക്കാൻ BJPക്ക് പലപ്പോഴും സഹായം നൽകിയവരാണ്. എങ്കിലും ഇപ്പോൾ ഇവരെ തകർത്തതും എല്ലായിടത്തും BJP തന്നെയാണ്. ആന്ധ്രയിൽ BJPയുടെ സഖ്യകക്ഷിയുമാണ് അവരെ തകർത്തത്. പറഞ്ഞു വന്നത്, ഈ തകർന്നു പോയവർ എല്ലാം തന്നെ ഒരുപക്ഷെ കെജ്രിവാൾ ഒഴികെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന് പിന്തുണ നൽകിയാൽ BJPയെ ഈ രാജ്യത്ത് നിന്ന് തന്നെ തുരത്തി ഓടിക്കാം. അല്ലാതെ ഇവർ പിന്നീടും ഒറ്റയാൾ പോരാട്ടം നയിച്ചാൽ ചത്ത് മണ്ണടിയുമെന്നതിൽ തർക്കമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മമത ഇപ്പോൾ നിൽക്കുന്നതും. അങ്ങനെ ഒരു ചതിയാണ് 440 കോടി രൂപയുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ മമതയ്ക്ക് നൽകിയിരിക്കുന്നത്. TMC നേതാവ് അരൂപ് ബിശ്വാസിൻ്റെ പരാതിയിലാണ് ഈ നടപടി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് തന്നെ മമതയെ നശിപ്പിക്കുകയാണ് BJP. പോലീസ് നിർദ്ദേശപ്രകാരം കൊൽക്കത്തയിലെ HDFC സെൻട്രൽ പ്ലാസ ശാഖയിലെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. പശ്ചിമ ബംഗാളിൻ്റെ കായിക യുവജനകാര്യ വൈദ്യുതി മന്ത്രിയായിരുന്നു TMCയുടെ മുൻ ട്രഷറർ കൂടിയായ അരൂപ് ബിശ്വാസ്. സ്വന്തം വിശ്വസ്തനാണ് ഈ പണി പറ്റിച്ചത്. അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചിൻ്റെ മാനേജർക്കാണ് കത്തെഴുതിച്ചത്. തൻ്റെ ഒപ്പുള്ള ഉപയോഗിക്കാത്തതോ ശൂന്യമായതോ ആയ ചെക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം കത്തിൽ ആശങ്ക പറയുന്നു. തുടർന്ന് 10 വിമത MLA-മാരുടെ കൂട്ടായ്മ വിധാൻ നഗർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് ഈ ബാങ്കിൻ്റെ നടപടിയുണ്ടായത്. മമതയുടെ ഈ ഇടപാടിനെക്കുറിച്ച് വേഗത്തിലുള്ള അന്വേഷണം നടത്തിയില്ല എങ്കിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയോ കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുമെന്ന് പരാതിയിൽ പറയുന്നു. ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അക്കൗണ്ടുകളിൽ ഡെബിറ്റ് മരവിപ്പിക്കാൻ തീരുമാനിക്കുകയും ബാങ്ക് അധികൃതരുമായി ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാത്തിൻ്റെയും പിന്നിൽ BJP സർക്കാരാണ്. അങ്ങനെ വെള്ളം വാങ്ങി കുടിക്കാൻ പോലും ഗതിയില്ലാത്ത തരത്തിൽ മമതയെ പൂർണ്ണമായും പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എതിരാളികൾ. ഇനി മരിക്കാതെ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, കോൺഗ്രസിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത്. എന്നിട്ട് കോൺഗ്രസിൻ്റെ BJP വിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകരുക എന്നത് മാത്രമാണ്. അതിൻ്റെ നീക്കങ്ങൾ മമത ആരംഭിച്ചു എന്നാണ് അറിയുന്നത്. BJPയുടെ കള്ളത്തരങ്ങൾ തുറന്നുകാട്ടുന്നതിൻ്റെ ചുമതല മമതയ്ക്ക് കൊടുക്കണം. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മത്സരിക്കുകയാണെങ്കിൽ അവിടെയും മമത മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. മതേതര ഇന്ത്യയിൽ മോദി വിതച്ച വിഷവിത്തുകൾ, നടത്തിയ അപകടങ്ങൾ എല്ലാം മമത തുറന്നുകാട്ടും. പ്രതിഷേധങ്ങൾ നേരിടാൻ തുടങ്ങിയ നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിന് മമതയുടെ പോരാട്ടം ഒരു കാരണമാകുമ്പോൾ അതൊരു മധുര പ്രതികാരമാകും. അല്ലാതെ ഒന്ന് പേടിച്ചു എന്നുറപ്പിച്ചാൽ മമത തെരുവിൽ അലഞ്ഞു ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ വരുത്തും BJP. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്. അതുകൊണ്ട് മമതയുടെ ഏക ഓപ്ഷൻ കോൺഗ്രസ് എന്നായി മാറുകയാണ്.